CPM കരിമ്പ ലോക്കൽ സെക്രട്ടറി 4 ലക്ഷം രൂപ പാർട്ടി ഫണ്ട് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുമായി CPM-കാരനായ കരാറുകാരൻ. കാരാകുർച്ചി ലോക്കൽ കമ്മിറ്റി അംഗവും ഗവൺമെന്റ് കോൺട്രാക്ടറുമായ മുഹമ്മദ് റിയാസുദ്ദീനാണ് കരിമ്പ ലോക്കൽ സെക്രട്ടറി സജി സി പീറ്ററിനെതിരെ രംഗത്ത് വന്നത്. ഏരിയ സെക്രട്ടറിയും ഭീഷണിപ്പെടുത്തിയെന്ന് കരാറുകാരൻ. എന്നാൽ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി കെ നാരായണൻകുട്ടി. കരിമ്പ പഞ്ചായത്തിൽ വിവിധ റോഡുകളുടെ റീടാറിംഗ് പ്രവർത്തികൾക്കായി 3 കോടിയോളം രൂപയുടെ കരാർ മുഹമ്മദ് റിയാസ് ഏറ്റെടുത്തിരുന്നു. പാർട്ടി ഫണ്ടായി 4 ലക്ഷം രൂപ നൽകണമെന്നും അത്രയും തുക നൽകാനാവില്ലെന്ന് പറഞ്ഞപ്പോൾ ജോലി ചെയ്യാൻ സമ്മതിക്കില്ലെന്നും കാൽ തല്ലിയൊടിക്കുമെന്നും മെഷീനറികൾ കേടുവരുത്തുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായി റിയാസ് SP-ക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ഇതേ ആവശ്യം ഉന്നയിച്ച് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടിയും തന്നെ ഭീഷണിപ്പെടുത്തിയതായി റിയാസുദ്ദീൻ പറഞ്ഞു. ബാലസംഘത്തിന് നേരത്തെ 15,000 രൂപ നൽകിയിരുന്നു. ഇതിനു പുറമെയാണ് ഇക്കഴിഞ്ഞ 18-ന് സജി തുക ആവശ്യപ്പെട്ട് ഫോൺ ചെയ്തത്. തുക നൽകാനാവില്ലെന്ന് പറഞ്ഞതോടെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടാണ് SP-ക്ക് പരാതി നൽകിയിരിക്കുന്നത്. 10 ലക്ഷം രൂപ വർക്കെടുത്ത സമയത്ത് അവിടെ ചെയ്യാൻ പോയ സമയത്ത് അവന് പാർട്ടി സമ്മേളനം നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പാർട്ടി ഫണ്ട് 50,000 രൂപ ചോദിച്ചു. 50,000 രൂപ ചോദിച്ച സമയത്ത് ഞാൻ ഫ്ലഡിൻ്റെ വർക്ക് ആയതുകൊണ്ട് എന്നെ കൊണ്ട് ആരും കൊടുക്കാതെ നിർബന്ധിച്ചിട്ട് വർക്ക് ആയതുകൊണ്ട് 50,000 കൊടുക്കാൻ കഴിയില്ല, കുറച്ചെന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ വർക്കാണ് പോയിട്ട് ആ വർക്ക് ഞാൻ അപ്പോൾ തൽക്കാലം വർക്ക് നിർത്തി. അപ്പോൾ വർക്ക് ചെയ്തില്ല. സമ്മേളനം കഴിഞ്ഞ് പിന്നെ പോയി വർക്ക് ചെയ്ത് പോകുന്നു. പിന്നെ സജി കരിമ്പ LC സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, ആരോടും പറയാണ്ട് വർക്ക് തീർത്ത് പോയില്ല, നീ ഇവിടെ വരുമെന്ന് പറഞ്ഞ് അന്ന് ചെറിയ ഭീഷണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രശ്നങ്ങളൊന്നുമില്ല വിചാരിച്ചിട്ട് പിന്നെ കരിമ്പ പഞ്ചായത്തിൻ്റെ വീണ്ടും ചില്ലറ വർക്കുകളുണ്ട്, ആരും കരാറിയത് ആരും എടുക്കാല്ലാണ്ട് ടാറിംഗ് വർക്കുകൾ മാത്രമേ കിടക്കുമ്പോൾ പ്രസിഡന്റ് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഞാൻ എന്താ അവിടുത്തെ ചില്ലറ വർക്കുകൾ കൂടി പോയി എടുത്തു, ആരും എടുക്കാത്ത വർക്കുകൾ. ആ വർക്കും ചെയ്ത് ഏകദേശം പകുതി പൂർത്തിയായ സമയത്താണ് ഇപ്പോൾ MLA വർക്ക്, ഒരു മുഖ്യമന്ത്രിയുടെ വർക്കിൽ ഫ്ലഡിൻ്റെ വർക്ക് 2 വർക്ക് വന്നു. ആ വർക്കും കൂടി കഴിയും. മിഷണറി അതിലവിടെ നിൽക്കുകയാണ്. പ്രസിഡന്റ് ആരും പൈസ പിരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. പ്രസിഡന്റ് ആരുമല്ല, ഞാൻ അവിടുത്തെ പാർട്ടിക്കാരൻ തീരുമാനിക്കണം. പാർട്ടി ഭരിക്കുന്നത് പ്രസിഡന്റല്ല, LC സെക്രട്ടറിയാണ്. അങ്ങനെയാണ് നാരായണൻകുട്ടി പറഞ്ഞിട്ടുള്ളത്. 10 ലക്ഷം റുപ്യക്ക് 50,000 റുപ്യ വെച്ചിട്ട് ബാക്കി ഡിസ്കൗണ്ട് 4 ലക്ഷം റുപ്യയിൽ മിനിമം വേണം. അല്ലാതെ വർക്ക് നടക്കില്ല, ചെയ്ത വർക്കുള്ള ബില്ലും കിട്ടില്ല, വിജിലൻസിനെ കൊണ്ട് കുടിപ്പിക്കും, ചുരുക്കെട്ട് ഉണ്ടാക്കും. അതിൻ്റെ മിഷനറിയോടൊന്നും കൊണ്ടുപോകില്ല. 2 കാലിൽ കരിമ്പിൽ കാല് വെക്കില്ല. മണ്ണാർക്കാട് പാർട്ടി ഭരിക്കുന്നത് കരിമ്പക്കാരാണ്. മണ്ണാർക്കാട് ഏരിയയിൽ വരുന്ന എവിടെയും എന്താ പാടിക്കാൻ നിൽക്കാനുള്ള വഴി എനിക്കറിയാം ആണ് ഭീഷണി. ഈ സംഭവം നടന്ന അന്ന് തന്നെ എൻ്റെ കാലാവസ്ഥ LC സെക്രട്ടറിക്ക് കൃഷ്ണദാസിനെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞ് പരാജയം ബോധിപ്പിച്ചു. അത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ബന്ധപ്പെടണം എന്ന് ആദ്യം പറയേണ്ടത് നമ്മൾ LC-യോടാണ്. അതുകൊണ്ട് ആ വിഷയമൊന്നുമില്ല, ഏരിയ സെക്രട്ടറി ഇല്ല, ഞാൻ പറഞ്ഞോളാം, പ്രശ്നമൊന്നുമില്ല, വേറെ പ്രശ്നം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞത് വിളിക്കുന്നു പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വിളിച്ചു, 19-ാം തീയതി വിളിച്ചു, 18-ാം തീയതി കഴിഞ്ഞ സംഭവമാണ്. അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല അത് കുഴപ്പമില്ല, ഞാൻ ശരിയായി കോളേജ് ബേജാറാവൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട. അതപ്പോൾ ഞാൻ കാനപ്പ നിസാർ മുഹമ്മദിനെ വിളിച്ചു. കാനപ്പ ലോക്കൽ സെക്രട്ടറിയാണ്, കരാറുകാരനാണ്. പണ്ട് 50,000 ചോദിച്ചപ്പോൾ ഇടപെട്ട ആളുമാണ്. അന്നാണ് ഇത്രയും വലിയ വർക്കിന് 50,000 കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു. വേറെ നിങ്ങളുടെ പ്രസിഡൻ്റായിട്ട് വരുന്ന സമയത്ത് നിസാറും പറഞ്ഞു, വിഷയമൊന്നും വേണ്ട, ഏരിയ സെക്രട്ടറി അല്ലേ, ഞാൻ പറഞ്ഞോളാം, നമ്മളാണെങ്കിലേ പുറത്തായിരുന്നില്ല. അപ്പോൾ ഞാൻ നമ്മൾ സ്വന്തം ആൾക്കാരുടെ ധൈര്യത്തിൽ അത് കുത്തിരുന്നത്. ആരും ഈ ഒരു മുന്നോട്ട് പോകുന്നില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത്രയും രാത്രിക്ക് തോന്നിയ സമയത്താണ് ഞാൻ സാധനമാണ് കരിമ്പില കിടക്കുന്നത്. അപ്പോൾ അല്ല, ഒരു പാർട്ടി മുൻ LC മെമ്പറായ ഞാൻ പാർട്ടിക്കാരനാകുമ്പോൾ തന്നെ പാർട്ടിക്കാരനെ എനിക്ക് മാറി ബുദ്ധിമുട്ടുമ്പോൾ ബാക്കിയുള്ള കരാറുകാരുടെ അവസ്ഥ എന്തായിരിക്കും? ഇരുത്താൻ മൊത്തം കൊടുക്കുകയാണെങ്കിൽ ടാറിംഗ് വർക്ക് ആരും ഏറ്റെടുക്കാനില്ല. അതുകൊണ്ടാണ് ടാറിംഗ് വർക്ക് ഞാൻ മാത്രം എടുത്ത് പോകുന്നത്. കാരണം വെച്ചാൽ നമുക്ക് മിഷനറി ഫുള്ളുള്ളതുകൊണ്ട് ടാറിംഗ് മൂലം അതിൻ്റെ വാടക മാത്രമായതുകൊണ്ട് അത് മാത്രം എടുത്ത് മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ള വർക്കുകളൊക്കെ ഒരുപാട് വിലയും മറ്റുള്ള ഏജൻസികൾക്കൊക്കെ ഉള്ള വർക്ക് അത് നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് ടാറിംഗ് വർക്കിൽ മാത്രം മുന്നോട്ട് പോകുന്നത്. അതേസമയം കോൺട്രാക്ടർ നേരത്തെ നടത്തിയ നിർമ്മാണ പ്രവൃത്തികളിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയതിലുള്ള വിരോധമാണ് ആരോപണത്തിന് പിന്നിലെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജി സി പീറ്റർ അറിയിച്ചു. ആരോപണത്തിൽ കഴമ്പില്ലെന്നും പാർട്ടി സംഭാവന ചോദിക്കുന്നത് സ്വാഭാവികമാണെന്നും മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി പ്രതികരിച്ചു.